ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വിഭവമായിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ പുറത്ത് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഒരു അടിപൊളി ചിക്കൻ കറിയൊക്കെ കഴിക്കില്ലേ, അപ്പോൾ അതേ ടേസ്റ്റിൽ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഒന്ന് നോക്കിയേക്കണേ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോണ വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2 സവാള, 3 സവാള, അത്യാവശ്യം മീഡിയം സവാള നേരിയ ഇതിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആ സവാള നന്നായിട്ടൊന്ന് മൊരിയണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള ഒരു മൊരിയണ സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുത്തേക്കാം. അത് കഴിയുമ്പോൾ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 2 ചെറിയ തക്കാളി കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്ക്. ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ വഴഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇടാം. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് കുറച്ച് നല്ല ജീരകം പൊടിച്ചതാട്ടോ. അപ്പോൾ നല്ല ജീരകം പൊടിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അടുക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1.25 ടേബിൾ സ്പൂണോളം മുളക് പൊടി. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. അപ്പോൾ കാശ്മീരി ചില്ലിയൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലിടാം. പിന്നെ ഇത് കസൂരി മെത്തിയാണ്. കസൂരി മെത്തി എന്നൊക്കെ പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളുടെ ഉലുവയുടെ ചെടിയുടെ ഇല ഉണങ്ങിയതാണിത്. അതുപോലെ ഉപ്പ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആവുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു പച്ച മണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിയുമ്പോൾ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് തിളക്കൊന്നും വേണ്ട, ഇളം ചൂടുവെള്ളം. അപ്പോൾ നമ്മളുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. ഇനി ചിക്കൻ ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേകണം. ചിക്കനിൽ തന്നെ ആവശ്യമായിട്ട് വെള്ളം ഉണ്ടാവും, എന്നാലും നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ഈ ചിക്കനിൽ പിടിച്ച് കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചിക്കൻ ഒരു ഹാഫ് കുക്കിലേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈരില്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇനി നമുക്ക് ഈ തൈരും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കാനുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റോളം ഇനി ഒന്ന് വേവിക്കുക. അപ്പോൾ നന്നായിട്ടൊന്നൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഈ തൈരും കൂടെ ഒഴിച്ചിട്ട് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു കറിക്ക് നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 കപ്പോളം ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി നല്ല തിക്കാവും കേട്ടോ. ഫ്രഷ് ക്രീം അങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്രഷ് ക്രീം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അധികം നേരം ഒന്നും ഇത് കുക്ക് ചെയ്യണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് അത്രയും മതി. അപ്പോൾ ഒന്ന് തിളച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക. പിന്നെ അതിന് മുന്നേ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ അരിഞ്ഞെടുക്കുന്ന സമയമുള്ളൂ.
അപ്പോൾ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാട് പ്രോസസ്സൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ എപ്പോൾ അവൈലബിൾ ആവണോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കറി ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് എപ്പോൾ അവൈലബിൾ ആവണോ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടയ്ക്ക് എന്താണെങ്കിലും ട്രൈ ചെയ്യും, കാരണം അത്രയും ടേസ്റ്റി ആട്ടോ. ഞാൻ വെറുതെ പറയല്ല, അപ്പത്തിനും ചപ്പാത്തിക്കും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്, സൂപ്പർ കോമ്പിനേഷനാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം കേട്ടോ. തീർച്ചയായിട്ടും നമുക്കതൊക്കെ പരിഗണിക്കാം, എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ വരുത്താം, എല്ലാം ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.